കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഇത് 2025 നവംബർ 1 നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതായത് ഇനി മുതൽ നമ്മുടെ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നില്ല എന്ന് കേരള സർക്കാർ പറയുകയാണ്. ചോദ്യം ഇതാണ്, ശരിക്കും ഒരു ചരിത്രം നേട്ടമാണോ അതോ ഒരു പൊളിറ്റിക്കൽ പ്രചരണം മാത്രമോ? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. കേരളം എങ്ങനെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കി, അതിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഹായ് എസ് കെ പ്ലാറ്റ്ഫോം, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൽ അൽഗോരിതം സഹായിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. ആക്ച്വലി എന്താണ് അതിദാരിദ്ര്യം? സാധാരണയായിട്ടും ദാരിദ്ര്യത്തിനപ്പുറം ഒരു ഘട്ടമുണ്ട്, ഒരവസ്ഥയുണ്ട്. അപ്പം അതിനെയാണ് അതിദാരിദ്ര്യം എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു നേരത്തെ ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, വീടില്ലാത്തവർ, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൊറുതിമുട്ടുന്ന ആൾക്കാർ, അതായത് ഒരു കുടുംബത്തിന്റെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് അതിദാരിദ്ര്യർ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത്തരം കുടുംബങ്ങളെ 2019 കേരള സർക്കാർ കണ്ടെത്തുന്നത്. അന്ന് 64,006 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരിലൂടെ ആണ് ആക്ച്വലി അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതി ആരംഭിക്കുന്നത്. പിന്നെ ഈ പദ്ധതി എങ്ങനെ നടന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, പിന്നെ സർക്കാർ പറഞ്ഞത് ദാരിദ്ര്യത്തെ കണക്കിൽ കാണിക്കാനല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നതാണ്. അങ്ങനെ ഓരോ കുടുംബത്തിനും പ്രത്യേകമായിട്ടുള്ള മൈക്രോ പ്ലാൻ ഉണ്ടാക്കുകയും, അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് വേണം എന്നുള്ളവർക്ക് വീടും, തൊഴിൽ വേണം എന്നുള്ളവർക്ക് തൊഴിലും, വിദ്യാഭ്യാസം വേണം എന്നുള്ളവർക്ക് വിദ്യാഭ്യാസവും ആണ്. ഓരോ വീടിനും അതിൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള പരിഹാരം. കൂടാതെ കുടുംബശ്രീ, പഞ്ചായത്തുകൾ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, NGOകൾ, ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് ആക്ച്വലി ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. 2023, 24, 2024, 25 എന്നീ വർഷങ്ങളിൽ സർക്കാർ ഇതിനായിട്ട് 50 കോടി രൂപ വീതവും 2025, 26 60 കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് 2025 59,277 കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തരായിട്ട് മാറിയത് എന്നാണ് സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വസ്തുതകളും കണക്കുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കേരള കോളിംഗ് എന്ന ഔദ്യോഗിക മാസിക അനുസരിച്ച് 2019-21 കാലയളവിൽ കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് വെറും 0.55% അപ്പോൾ അതേ സമയത്ത് നിതി ആയോഗിന്റെ കണക്കും അപ്രകാരമാണ് പറയുന്നത്. സർക്കാർ പറയുന്നത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകും. 2025 നവംബർ 1 അതായത് കേരള പിറവി ദിനത്തിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. സംസ്ഥാന തലത്തിൽ ഇതിന്റെ ആഘോഷ പരിപാടികളും മറ്റും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെതിരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും സംഘടനകളും വിവിധ ഗ്രൂപ്പുകളും ഒരുപാട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദിവാസി മഹാസഭകൾ പോലുള്ള സംഘടനകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അതിദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല, ചില കണക്കുകളിൽ നിന്ന് മാത്രമാണ് നീക്കിയിട്ടുള്ളത്. പിന്നെ ചില ഗ്രാമങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഭക്ഷണമില്ലാത്ത ആൾക്കാർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രത്യക്ഷമായ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മുത്തങ്ങ, വയനാട്, അട്ടപ്പാടി എന്നീ മേഖലകളിലാണ്. അപ്പോൾ ഇത്തരം മേഖലകളിൽ ഇപ്പോഴും അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് എന്നും അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നും മാത്രമല്ല അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്നും കൂടി പറയുന്നു. പിന്നെ വിമർശകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരിന്റെ അതിദാരിദ്ര്യ മാപകങ്ങൾ തന്നെ വ്യക്തമല്ല. ആരാണ് അതിദാരിദ്ര്യർ എന്ന് തീരുമാനിച്ചത്, ആ ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടുത്തി, സ്വതന്ത്രമായ ഓഡിറ്റിംഗ് നടന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള മറുപടി ഇല്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ സർക്കാർ പറയുന്നത് ഇതൊരു അവസാനമല്ല, ഒരു തുടക്കമാണ്. അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടില്ലല്ലോ.
തുടർന്ന് തൊഴിലവസരങ്ങൾ, വീടുകളുടെ പരിപാലനം, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പിന്തുണ, ഇവയെല്ലാം തന്നെ തുടർന്ന് വേണം. നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായാലും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ അസമത്വം മായുന്നില്ല എങ്കിൽ അതിന് അർത്ഥമില്ലല്ലോ എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം തിരിച്ചെത്തുകയാണ്, കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണോ? സർക്കാർ പറയുന്നത് യെസ്, വിമർശകർ പറയുന്നത് നോ, ഇനിയും ബാക്കിയുണ്ട് എന്നാണ്. എന്തായാലും കേരളം ഇതിനായിട്ട് വലിയൊരു ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. 64,000 കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരുടെ ജീവിതം, പ്രത്യേകിച്ചും ആരോഗ്യം, വീട് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ശ്രമം നടത്തുക ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണ് പോലും. പക്ഷെ ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഖ്യാപനം മതിയല്ല, തുടർച്ചയായ പിന്തുണ, മനുഷ്യാവകാശ ബോധം, സാമൂഹ്യ നീതി, ഇവ ഇല്ലാതെ ഈ വിജയം എന്ന് പറയുന്നത് നാൾക്കുനാൾ മങ്ങിയേക്കാം. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരളം ശരിക്കും അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായോ, അല്ലെങ്കിൽ ചില കണക്കുകളിൽ മാത്രം മാറ്റം വന്നതാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.